ജോസ് കെ മാണിക്കെതിരെ ഒളിയമ്പുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒരു പാർട്ടിയിലായിരുന്ന സമയത്ത് ജോസ് കെ മാണി പാർലമെന്ററി സ്ഥാനങ്ങൾ നൽകുന്നതിൽ ഒരു നേതാക്കളും എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്ന് മോൻസ് ജോസഫ്. PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിനെതിരെ മാണി വിഭാഗം നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങളാണ് ജോസഫ് വിഭാഗത്തെ ചൂടിപ്പിച്ചത്. PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് പാർട്ടി നേതൃനിരയിലേക്ക് എത്തിയതിന് പിന്നാലെ ജോസ് കെ മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ സൈബർ ഇടങ്ങളിൽ പോര് രൂക്ഷമാണ്. PJ ജോസഫും മോൻസ് ജോസഫും അടക്കമുള്ള നേതാക്കൾ മക്കൾ രാഷ്ട്രീയവാദമുയർത്തി ജോസ് കെ മാണിയുടെ വരവിനെ മുമ്പ് എതിർത്തിരുന്നു. ഇക്കാര്യങ്ങൾ ഉയർത്തിയാണ് മാണി വിഭാഗത്തിന്റെ ആക്രമണം. 2004 മൂവാറ്റുപുഴ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് ജോസ് കെ മാണി പിന്തള്ളപ്പെട്ടിരുന്നു. പിന്നീട് ലഭിച്ച അവസരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജോസഫ് വിഭാഗം വിമർശനങ്ങൾ പ്രതിരോധിക്കുന്നത്. ജോസ് കെ മാണി തോറ്റുപോയല്ലോ ആദ്യത്തെ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ. രണ്ട് പാർട്ടിയായിരുന്നു ആരും. അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു. മൂവാറ്റുപുഴ പാർലമെന്റിൽ ആദ്യം മത്സരിച്ച് പരാജയപ്പെടുകയാണ്. 2004 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് തന്നെ അദ്ദേഹം പിന്തള്ളപ്പെടുകയാണ് ആദ്യത്തെ മത്സരത്തിൽ തന്നെ. പിന്നീട് ലോക്സഭ കഴിഞ്ഞപ്പോൾ അടുത്ത രാജ്യസഭ. ആ രാജ്യസഭ വന്നപ്പോൾ മക്കൾ രാഷ്ട്രീയമാണ് ഇപ്പോൾ കൊടുക്കേണ്ടതാണോ ഞങ്ങൾ പറഞ്ഞത്? അല്ലല്ലോ. ജോസ് കെ മാണി തന്നെ രാജ്യസഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു സൂചന കിട്ടി. അത് നേതാക്കളുടെ യോഗത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ പറയുകയാണ് അത് മക്കൾ രാഷ്ട്രീയമാണെന്നോ ഞങ്ങൾ ആരും എതിർത്തില്ലല്ലോ. അബു താഴെത്തട്ടിൽ പ്രവർത്തിച്ച് നേതാവായ ആളാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. അദ്ദേഹം വിവിധങ്ങളായ സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ ഏറ്റവും സജീവമായ ഒരു ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ആളായി മുന്നോട്ട് പോയതിനു ശേഷം ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പിൽ പുനഃക്രമീകരണം വരുത്തിയപ്പോൾ ഭാവി രാഷ്ട്രീയത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് അബു ജോൺ ജോസഫും തീർച്ചയായിട്ടും ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എടുത്ത തീരുമാനമാണ്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ അന്തരീക്ഷത്തിൽ സജീവമായിരിക്കെയാണ് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ചേരിപ്പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടി ശക്തി തെളിയിക്കാനാണ് ഇരു കൂട്ടരുടെയും ശ്രമം. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.